ഹായ്, എൻ്റെ പേര് നിഷ. ഞാൻ റീസെൻ്റ് ആയിട്ട് എംഗ്ലെക്സ് ആറിനും റെക്സ്പിയനും കനേഡിയൻ റെക്സ്പിയനും എക്സാം എഴുതി പാസ്സായി. ഞാൻ കാനഡയിലാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എക്സാം എഴുതുന്നത്. 2014 നഴ്സിംഗ് പാസ്സായതാണ്. പിന്നെ എക്സാം എലിജിബിലിറ്റി എല്ലാം കിട്ടി ഞാൻ എക്സാം എഴുതുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യം. അന്നേരമാണ് എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ് ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എംഗ്ലെക്സ് ആർ പാസ്സായി. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നിതിൻ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സാർ എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഇത് തന്നപ്പം ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ പറയുവാണെങ്കിൽ പുതിയതായിട്ട് പഠിച്ചിറങ്ങുന്നവരാണെങ്കിൽ ക്രാഷ് കോഴ്സ് എടുത്തിട്ടാണേലും എക്സാം എഴുതാം. അതല്ലാതെ കുറച്ച് ഗ്യാപ്പ് ഉള്ളവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളൊരു 3 month ക്ലാസ് പോകണം. എനിക്കൊരു 2 കുഞ്ഞു പിള്ളേരെ വെച്ചുകൊണ്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സാർ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്തൊക്കെ സാർ റെക്കോർഡഡ് വീഡിയോസൊക്കെ എനിക്ക് അയച്ചു തരും. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ റെക്സ്പിയൻ എഴുതുന്നതിന് തലേ ദിവസം എനിക്ക് കുറച്ച് അപ്ഡേറ്റഡ് വാല്യൂസ് വേണമായിരുന്നു, ലാബ് വാല്യൂസ്. അപ്പം ഞാനത് സാറിൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ രാത്രി 12:30, അപ്പോൾ നാട്ടിൽ 1 o'clock ആയപ്പോഴാണ് മിഡ് നൈറ്റിൽ. ഞാൻ സാറിന് മെസ്സേജ് അയച്ചു. സാറ് അപ്പം തന്നെ എനിക്ക് റിപ്ലൈ തന്നു. ഏത് രാത്രിയിലും സാറിന് മെസ്സേജ് അയച്ചാൽ സാർ അപ്പം തന്നെ നമുക്ക് റിപ്ലൈ തരും, എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും. സാറിൻ്റെ ക്ലാസ് ഒത്തിരി ഹെൽപ്ഫുള്ളായി. സാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതി അത് നല്ലതാണ്. അപ്പം ഞാൻ ഉറപ്പായിട്ടും എല്ലാവരോടും പറയുന്നത്, എക്സാം ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ക്രാഷ് കോഴ്സ് ആണെങ്കിലും അറ്റൻഡ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച് സാർ, നിതിൻ സാർ, താങ്ക് യു സോ മച്ച്.